Friends, in this video I'll be discussing recursive trapezoidal rule. So let Ik be the integral evaluated with the composite trapezoidal rule using 2 raised to k minus 1 panels. So ഇവിടെ പറഞ്ഞേക്കുന്നത് there are Ik എന്ന് പറയുന്നത് integral evaluated for 2 raised to k minus 1 panels. Here the value of k begins from 1, 2, 3, etc. So simply, if we look at k equal to 1, k equal to 1, we get 2 raised to k minus 1 panels and 2 raised to 1 minus 1 panels. So basically, if the 2 raised to k minus 1 panels and 2 raised to k minus 1 sub-intervals, domain sub-intervals in the എണ്ണമാണ് 2 raised to k minus 1. So അങ്ങനെ ഓരോ കേസിലും kക്ക് 1 കൊടുക്കുമ്പോൾ I1 കിട്ടും, kക്ക് 2 കൊടുക്കുമ്പം I2, kക്ക് 3 കൊടുക്കുമ്പോൾ I3, എക്സെട്ര. അങ്ങനെ 2 raised to k minus 1 സബ് ഇൻറ്റേർവൽസ് ആയിരിക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് കോമ്പോസിറ്റ് ട്രപ്പിസോയിഡൽ റൂൾ യൂസ് ചെയ്ത് IK ഫൈൻഡ് ചെയ്യും. IK എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലല്ല. IK ഇവിടെ നമ്മൾ I സഫിക്സിൽ k ഉദ്ദേശിക്കുന്നത് സം ഓഫ് ഓൾ ദ സബ് ഇൻറ്റർവൽസ് എന്ന്. അതായത് നമ്മുടെ ഇന്റഗ്രൽ വാല്യൂ ആണ്, ഇന്റഗ്രൽ വാല്യൂ ആണ് പറയുന്നത്. അതായത് ഫസ്റ്റ് k ഈക്വൽ ടു 1 ആകുമ്പോൾ നമ്മുടെ കോമ്പോസിറ്റ് ട്രപ്പിസോയിഡൽ യൂസ് ചെയ്യുമ്പോൾ I1 കിട്ടും. അതുപോലെ തന്നെ k ഈക്വൽ ടു 2 പുട്ട് ചെയ്യുമ്പോൾ കോമ്പോസിറ്റ് ഇന്റഗ്രൽ വാല്യൂ I2 ആയിരിക്കും. സോ IK എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഇന്റഗ്രൽ വാല്യൂ ആണ്. കോമ്പോസിറ്റ് ട്രപ്പിസോയിഡൽ റൂൾ യൂസ് ചെയ്ത് കിട്ടുന്ന ഇന്റഗ്രൽ വാല്യൂ ആണ്. സോ ജനറലി 2 raised to k minus 1 സബ് ഇന്റർവൽസ് ഉള്ള കേസിൽ നമ്മൾ IK എന്ന് നൊട്ടേറ്റ് ചെയ്യുകയാണ് ആ ഇന്റഗ്രൽ വാല്യൂവിനെ. സോ ഹിയർ ലെറ്റ് IK be the integral evaluated with the composite trapezoidal rule using 2 raised to k minus 1 panels. So if k is increased by 1, the number of panels, ഇവിടെ k increased by 1 ആകുമ്പോൾ number of panels എന്ന് പറയുന്നത് instead of k we are putting k plus 1. So 2 raised to k plus 1 minus 1 എന്ന് പറയുമ്പോൾ 2 raised to k, which is equal to 2 into 2 raised to k minus 1. Similarly, so we can write if k is increased by 1, the number of panels is doubled. So the number of panels is doubled. That means we can see that 2 raised to k can be written as 2 into 2 raised to k minus 1, where 2 times 2 raised to k minus 1. So earlier IK എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്റഗ്രൽ ഇവാലുവേറ്റഡ് ഫോർ 2 raised to k minus 1 പാനൽസിനുള്ള കോമ്പോസിറ്റ് ട്രപ്പിസോയിഡൽ വാല്യൂ ആണ് IK. അപ്പോൾ if k is increased by 1, kക്ക് ഒരു വാല്യൂ ഇൻക്രീസ് ആവുമ്പോൾ k plus 1 ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 into 2 raised to k minus 1. That means twice 2 raised to k minus 1 ആണ് വരുന്നത്. So we can say that the number of panels is doubled. So first let us consider, so usually നമ്മൾ h is equal to b minus a by n എന്നാണ് ഇന്റർവെൽസിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുക. Our usual formula of the length of an interval is h is equal to b minus a by n. So here first let us take when n is equal to 1. n equal to 1 എന്നുള്ള കേസ് നോക്കാം. So n equal to 1 ആകുമ്പോൾ our let h is equal to b minus a divided by 1. So equation 5 gives the following results for k equal to 1, 2 and 3. So when n is equal to 1, so when first we are considering when n equal to 1. n equal to 1 എന്ന് പറയുമ്പോൾ our h, capital H ആയിട്ട് ഇവിടെ small h ന് പകരം capital H ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. So capital H is equal to b minus a by 1 എന്ന് കിട്ടി. So in that case equation 5 നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിൻ്റെ അകത്ത് ലാസ്റ്റ് ക്ലാസ്സിൽ we had learned about the composite trapezoidal rule എന്നുള്ള ടോപ്പിക്കിൻ്റെ അകത്ത് ഇന്റഗ്രൽ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് I. സോ ഈ I എന്ന് പറയുന്ന ഈ ഫോർമുലയിൽ നമ്മൾ എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് എങ്ങനെ കിട്ടി?
സോ ഫസ്റ്റ് കേസിൽ ഒരു ഇൻ്റർവെല്ലേ ഉള്ളൂ, അതായത് ഒരു ഇൻ്റർവെല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർ ഐയുടെ വാല്യൂ ബൈ ദ പ്രീവിയസ് ടോപ്പിക് കോമ്പോസിറ്റ് ട്രപ്പിസോയിഡൽ റൂൾ വി ഹാവ് ഫോർമുല ഐ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി into h by 2. So here h എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ h by 2 ആണ്. So this is our composite trapezoidal rule for n equal to 1 when k is equal to 1. So k equal to 1 കൊടുക്കുമ്പോൾ 2 raised to നമ്മുടെ how many ഇവിടെ എത്ര പാനലാണ് വരുന്നത്, k equal to 1 എന്ന് പറയുമ്പോൾ 2 raised to k minus 1, 2 raised to 1 minus 1 is equal to 1 panel. So we are considering for when there is one panel എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, one sub interval. Two panel എന്ന് പറയുമ്പോൾ two sub intervals. Three panel എന്ന് പറയുമ്പോൾ three sub intervals. So first n equal to 1, n equal to 2, n equal to 3 യുടെ കേസിൽ കോമ്പോസിറ്റ് ട്രപ്പിസോയിഡൽ റൂളിൻ്റെ വാല്യൂസ് ഫൈൻഡ് ചെയ്യാണ്. സോ n equal to 1 എന്ന് പറയുമ്പോൾ വൺ പാനലാണ്. സോ ഇവിടെ കേക്ക് 1 കൊടുത്താൽ മതി, കേക്ക് 1 കൊടുത്താൽ മതി, അപ്പം we get one panel. So this is equation number 8 is a trapezoidal composite trapezoidal rule യൂസ് ചെയ്തുള്ള ഫോർമുലയാണ്. സോ നെക്സ്റ്റ് ഈസ് n is equal to 2. n equal to 2 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കേക്ക് 2 പുട്ട് ചെയ്ത് നോക്കുക. കേക്ക് 2 പുട്ട് ചെയ്യുമ്പോൾ 2 raised to k minus 1 is equal to 2 raised to 2 minus 1 equal to 2 panels. So 2 panels എന്ന് പറയുമ്പോഴും n equal to 2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. ആ കേസിൽ കോമ്പോസിറ്റ് ട്രപ്പിസോയിഡൽ റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും I2 is equal to f of a plus 2 f of x1 plus f of b into h by 2. ഇവിടെ hന് പകരം our value is b minus a by n. സോ ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ സോ ഹിയർ വി ഹാവ് ടേക്കൺ b, ഇത് b ആണ്, ഇത് a ആണ്. അപ്പം ബിയും എയും. സോ ദിസ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി മൈനസ് എ ഈക്വൽ ടു എച്ച് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h by 2 ആണ്, അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസും h by 2 ആയിരിക്കും. സോ ദിസ് പോയിന്റ് ഈസ് എ, സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് h by 2, so this particular point will be a plus h by 2. Similarly this point is b. So we get by composite trapezoidal we obtain this particular value. Now so here we have I2 is equal to f of a plus 2 f of a plus h by 2 plus f of b into b minus a by 4. So b minus a എന്ന് പറയുന്നത് capital H ആണ്. So f of a plus 2 f of a plus h by 2 plus f of b capital H by 4 എന്ന് കിട്ടും. So here capital H by 4 നമ്മൾ അകത്തോട്ട് multiply ചെയ്യുമ്പോൾ we will be getting f of a plus f of b capital H by 4 plus 2 into f of a plus h by 2 h by 4. So we get so instead of h of 4, h by 4, we can write h by 2 into 1 by 2. So here ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ആണ്, അപ്പോൾ 2 cancel ആവും, 4 cancel ആയിട്ട് here denominator h by 2 എന്ന് വരും. So here നമുക്കിവിടെ കാണാം, അതായത് f of a plus f of b into h by 2 എന്ന് പറയുന്നത് നമ്മുടെ I1 ആണ്. അതുപോലെ തന്നെ ബാക്കി പ്ലസ് into half plus f of a plus h by 2 into h by 2 എന്ന് പറഞ്ഞു. So we get that I2 can be written as I2 is equal to I1 by 2 plus f of a plus h by 2 into h by 2. So basically നമുക്ക് I2നെ I1ന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. That means we are trying to derive a recursion formula. Recursion formula എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ അതായത് പ്രീവിയസ് വാല്യൂ ഉപയോഗിച്ച് നമുക്ക് നെക്സ്റ്റ് വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സോ അങ്ങനെ ഓരോ x3യുടെ എക്സ്പ്രഷൻ നമുക്ക് x2ൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. So that is our recursion formula. So we got that I2 can be expressed in terms of I1.
Now we are going to consider for k equal to 3. K equal to 3 put ചെയ്യുമ്പം 2 raised to k minus 1 എന്ന് കിട്ടി. 2 raised to 3 minus 1, 2 raised to 2 is equal to 4. So there are 4 panels. So n equal to 4. So putting k equal to 3, we get 4 panels. 4 panels എന്ന് പറയുമ്പോൾ x1, x2 അതൊരു പാനൽ. x0, x1 ഒരു പാനൽ. x1, x2 is another panel. And so we can see that there are 4 panels: x0, x1, x1, x2, x2, x3, and x3, x4. So basically there are 4 panels. x0 a ആണെങ്കിൽ x1 എന്ന് പറയുന്നത് a plus h by 4 ആയിരിക്കും. നമുക്കറിയാം 4 പാനൽസ് ആവുന്ന കേസിൽ എച്ചിൻ്റെ വാല്യൂ എന്താണ്? സ്മോൾ എച്ചിൻ്റെ വാല്യൂ b minus a by 4 ആണ്. സോ ഇവിടെ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് b minus a ആണ്. സോ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെ എ ആണെങ്കിൽ ഇവിടുത്തെ നെക്സ്റ്റ് ഓരോ ഇൻ്റർവെൽസിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് എച്ച് ബൈ 4 ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ എച്ച് ബൈ 4 എന്ന് പറയുമ്പോൾ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എ പ്ലസ് എച്ച് ബൈ 4 ആയിരിക്കും. സോ വി ഗെറ്റ് x1 is equal to a plus h by 4. x2ൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? a plus 2h by 4 എന്ന് പറയും. 2h by 4 എന്ന് പറയുമ്പോൾ 2 times h by 4 എന്ന് പറയുമ്പോഴത്തേക്ക് a plus h by 2 എന്ന് കിട്ടി x2ൻ്റെ വാല്യൂ. സിമിലർലി x3യുടെ വാല്യൂ എങ്ങനെ കിട്ടുന്നത്? x3 is equal to a plus 3h by 4 എന്ന് കിട്ടും. ആൻഡ് x4 is equal to the last value, that is b. ഇത് എയും ബിയും ആണ്. ഓരോ സബ് ഇൻ്റർവൽസും h by 4 ലെങ്തിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് ഓരോ പോയിന്റ്സും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പോസിറ്റ് ട്രപ്പിസോയിഡൽ റൂളിൻ്റെ ഫോർമുലയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും I3 is equal to f of a plus 2 f of a plus h by 4 plus 2 f of a plus h by 2 plus 2 f of a plus 3h by 4 plus f of b into h by 2. സോ ഇവിടെ സ്മോൾ എച്ച് എന്ന് പറയുമ്പോൾ സ്മോൾ എച്ചിൻ്റെ വാല്യൂ എപ്പോഴും b മൈനസ് എ ബൈ n ആണ്. സോ ഈ b മൈനസ് എക്ക് പകരം നമുക്ക് ക്യാപിറ്റൽ എച്ച് കൊണ്ട് റിപ്ലേസ് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ. So instead of b minus a, we replaced by capital H. Now, ഇവിടെ f of a-യും f of b-യും പിന്നെ 2 times f of a plus h by 2-യും നമ്മൾ ഒരുമിച്ച് ആദ്യം എഴുതി. f of a plus f of b plus 2 f of a plus h by 2 into capital H by 8 plus remaining വരുന്നത് 2 f of a plus h by 4 plus 2 f of a plus 3h by 4 h by 8 എന്ന് കിട്ടി. സോ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി ഇൻറ്റു ക്യാപിറ്റൽ എച്ച് ബൈ 4 എന്ന് ക്യാപിറ്റൽ എച്ച് ബൈ 8 എന്ന് ഇട്ടിട്ടാണ് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം എച്ച് ബൈ 4 എന്ന് വന്നു. എച്ച് ബൈ 2 എച്ച് ബൈ 8 എന്ന് വരുമ്പോൾ 2 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 4 ഡിനോമിനേറ്ററിൽ പ്ലസ് ഇവിടെയും അതുപോലെ തന്നെ എച്ച് ബൈ 4 എന്ന് തന്നെ വന്നു. രണ്ടിലും രണ്ട് ടേംസിലും 2 കോമൺ ആണ്. അപ്പം 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 4 വന്നു. സോ ഹിയർ വി ക്യാൻ സീ വി ക്യാൻ ടേക്ക് 1 by 2 outside. So inside we get f of a plus f of b capital H by 4 plus f of a plus a capital H by 2 into h by 2 plus f of a plus h by 4 plus f of a plus 3h by 4 h by 4. So here in the next step we can see ഇവിടെ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി ഹോൾ എച്ച് ബൈ 4 ഇൻറ്റു എച്ച് ബൈ 4 എന്ന് പറയുന്നത് നമ്മുടെ I1 by 2 ആണ്. അതുപോലെ ബാക്കി വരുന്ന എഫ് ഓഫ് എ പ്ലസ് എച്ച് ബൈ 2 അതുപോലെ തന്നെ എഴുതി ഇൻറ്റു എച്ച് ബൈ 2 എന്ന് എഴുതി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഉള്ള ടേംസ് അതേപോലെ തന്നെ നമ്മൾ എഴുതി. എഫ് ഓഫ് എ പ്ലസ് എച്ച് ബൈ 4 പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 3 എച്ച് ബൈ 4 എച്ച് ബൈ 4. Now in the next step we can see that this particular expression, ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് I2 ആണ്. So we get half into I2 plus f of
a plus h by 4 plus f of a plus 3h by 4 h by 4. So we get that I3, the expression of I3 is equal to half I2 plus this expression. So we get that നമുക്ക് I3 എന്ന് പറയുന്ന ഇന്റഗ്രലിന്റെ എക്സ്പ്രഷൻ നമുക്ക് in terms of I2 കിട്ടി. We got I2 in terms of I1. So generally നമുക്ക് പറയാൻ പറ്റും so this is a recursion formula. Recursive formula സാധാരണ എങ്ങനെയാണ്, നമുക്ക് ഒരു ഇക്വേഷൻ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ കിട്ടുന്നത് do I minus